Guys, good morning guys. അപ്പോൾ today is 13th July. It's my birthday. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റു. അമ്മ is playing devotional songs. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് ഈസ് പ്ലേയിങ് ബാക്ക്ഗ്രൗണ്ടിൽ നന്നായി പ്ലേ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ലേസി ആയിട്ട് just woke up. Happy birthday to me. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം what all I am doing, I'll be I'll be recording and I'll be doing a video. അപ്പോൾ എല്ലാവരും എനിക്കൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യൂ. കുറേ പേര് എനിക്ക് ബർത്ത്ഡേ വിഷസൊക്കെ അയച്ചിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. ഞാൻ ഇത്ര നേരം ഇരുന്നിട്ട് അവർക്കൊക്കെ റിപ്ലൈ അയക്കായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഞാൻ എവിടേക്കാണ് ഇതൊക്കെ കിട്ടുന്നത്. സോ ലൈക്ക് ഞാൻ രാവിലെ വാട്ട് ഐ വിൽ ഡു ഈസ് ലൈക്ക് ഭഗവാൻ എന്നും പൂ പൊട്ടിക്കാനായിട്ട് ഞാൻ താഴത്തേക്ക് വരാറുണ്ട്. മോസ്റ്റ്ലി ഇവിടെ ഒന്നും ഉണ്ടാവാറില്ല, ബട്ട് സ്റ്റിൽ ഉള്ളതെല്ലാം ഞാൻ പൊട്ടിക്കും. അയ്യോ ഇന്നൊന്നും ഇല്ലേ? ഓ മൈ ഗാഡ്. ഓക്കെ, 2-3 ഉണ്ട്. ഇത് ആക്ച്വലി നന്നായിട്ട് വളർന്നൊരു ചെടിയായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ അവർ കട്ട് ചെയ്തു, അതുകൊണ്ട് അധികം വളരുന്നില്ല. അതിന് വളരുന്നില്ല എന്നല്ല, പൂ അധികം വരുന്നില്ല. അയ്യോ ഒന്ന് തീരെ പോവില്ല. ശേ, അപ്പം നമുക്ക് റൂട്ട് മാറ്റി പിടിക്കാം, വേറെ എവിടെയെങ്കിലും. സി സാധാരണ പൊട്ടിക്കാൻ പാടില്ല എന്നൊക്കെ പറയും, ബട്ട് ഭഗവാനല്ലേ, അതുകൊണ്ട് പൊട്ടിക്കൽസ്. സോ ഗൈസ്, ഇനി ഇത്രയും പൂ കിട്ടിയിട്ടുണ്ട് എൻ്റെ ബർത്ത്ഡേ ആയിട്ട്. ഇനി നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ച് അടുത്ത് തുടങ്ങാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ലൈക്ക് ഐ എം പ്ലാനിങ് ടു ഗോ ടു തിരുവല്ലാമല. അപ്പോൾ അവിടെ 6 മണിക്കാണ് വരാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് റെഡി ഫോർ ദാറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ഞാൻ ചെയ്യുന്ന എൻ്റെ മേക്കപ്പുകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഐ എം നോട്ട് ഡൂയിങ് സോ മച്ച്, കുറേ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ലിറ്റിൽ ടച്ചപ്പ്. പിന്നെ ഒരു ടെമ്പിൾ വിസിറ്റ് ആയതുകൊണ്ട്, പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കൂടി കുറച്ചൊരു ഇതൊക്കെ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഐ എം ജസ്റ്റ് ഡൂയിങ് സംതിങ്. അപ്പോൾ ഐ ജസ്റ്റ് ഷോ യു വാട്ട് ആൻഡ് ഓൾ ഐ എം ഡൂയിങ് ഓൺ മൈ ഫേസ്. ലെറ്റ്സ് സീ. സോ ഞാൻ ഫസ്റ്റ് ഐ എം ഗോയിങ് ടു മോയ്സ്ചർ മൈ സ്കിൻ. അപ്പോൾ ഐ എം ജസ്റ്റ് അപ്ലൈങ് സം മോയ്സ്ചറൈസർ. This is one I'm using. I'm just applying sunscreen. Sunscreen is must. So I'm just applying the sunscreen also. Yeah. And next most important is eyebrows. And eyebrows actually വലുതായിരുന്നു. Now it become very thin, which I'm not happy about. എനിക്ക് ആക്ച്വലി കാണുന്നില്ല, ഈ വീഡിയോയിൽ നോക്കി ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാകുന്നില്ല. So I'm just seeing the mirror.
is what that's enough. Next what I'm going to use is കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ. സോ ഐം ജസ്റ്റ് യൂസിങ് ദ ഫൗണ്ടേഷൻ. നാസിൻ്റെ ഫൗണ്ടേഷനാണ്. സോ യൂഷ്വലി ഐ ഡോണ്ട് മോസ്റ്റ്ലി അങ്ങനെ ഞാൻ എവറിഡേ പേർപ്പസിൽ ഐ വിൽ നോട്ട് യൂസ്. ലൈക്ക് ഫോർ എവറിഡേ പേർപ്പസ് ഐ വിൽ യൂസ് ഓൺലി ദറ്റ് മാക്കിൻ്റെ ഒരു പൗഡർ ഫൗണ്ടേഷൻ ഉണ്ട്. That is what I'm using. So I'm just applying all over the face. കുറച്ച് കണ്ണിൽ, ബിക്കോസ് ഇപ്പോൾ ഈ ഇടയിട്ട് എനിക്കിങ്ങനെ കണ്ണിൽ കുറച്ച് കറുപ്പ് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ യൂസിങ് ദ സ്പോഞ്ച്. അത് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യും. സോ ഞാൻ നന്നായിട്ട് ലൈക്ക് സോപ്പൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്തിട്ടാണ് യൂസിങ് ഇറ്റ്. ബിക്കോസ് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഡേയുടെ റെസിഡ്യൂ ഉണ്ടാവും, വിച്ച് മേക്സ് യുവർ സ്കിൻ ലിറ്റിൽ എന്തെങ്കിലും പിമ്പിൾസോ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. So every day if you are using the sponge, wash it properly and then use. എനിക്ക് കുറേ അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിലും ഈ കാര്യങ്ങൾ ലൈക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ ആയെന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. So next I'm going to use this one. എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. ലവ് ബ്ലഷ്. അത് ഞാൻ കുറേ ഇങ്ങനെ ഇടും, ചിലപ്പോൾ മൂക്കത്തും ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യും. ജസ്റ്റ് ലവ് ബ്ലഷ്. പ്രത്യേകിച്ച് ഇത് ദിസ് കളർ പെർട്ടിക്കുലർലി ഐ ജസ്റ്റ് ലവ് ഇറ്റ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് then what else? ഇനി കണ്ണ് എഴുതണം. കണ്ണ് what I can do is I'll use this one, eyeliner. Okay. അതിൻ്റെ മുമ്പ് എന്തെങ്കിലും ഒരു ഷെയ്ഡ് വരുത്താം for the eyes. ഞാനിത് ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ് പ്രൊഫഷണലി. എനിക്ക് ഒരു തോന്നിയ മാതിരിയാണ് ഞാൻ ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ ദിസ് ഇസ് ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. ജസ്റ്റ് ഡൂയിങ് ഇറ്റ് റാൻഡംലി. ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. പിന്നെ കുറച്ച് താഴെയും കൂടി എഴുതാം. താഴെയും കൂടി നെക്സ്റ്റ് ഐലൈനർ എഴുതാം. അതിൻ്റെ മുമ്പ് യൂസ് ദിസ് വൺ. കേൾ ചെയ്തിട്ട്
നിങ്ങൾക്ക് ഈ ശീലമുണ്ടോ, ലൈക്ക് ഇത് ഉപയോഗിക്കുന്ന ശീലം ബിഫോർ അപ്ലൈയിങ് ഐലൈനർ? എനിക്ക് ആക്ച്വലി ഇത് ചെയ്യുമ്പം കുറച്ചിങ്ങനെ കൂടുതൽ ഐലാഷസ് ഉള്ള മാതിരി തോന്നും. സോ ഡൂയിങ് ഇറ്റ്. Oh my god. I hope this is okay. ഇനി ഇതേമാതിരി പ്രശ്നം ഓക്കെ. പിന്നെ എനിക്കുള്ളത് ഇവിടെ ഒരു കാക്കപ്പുള്ളിയുണ്ട്. അവിടെ ആക്ച്വലി നെക്സ്റ്റ് ഐ എം യൂസിങ് ദിസ് അനസ്താഷ്യയുടെ ഒരു ബ്രോജൽ. എനിക്ക് ലൈക്ക് ഐ എം മിസ്സിങ് മൈ ഓൾഡ് ഐബ്രോസ്. ഭയങ്കര തിക്കായിരിക്കും ഇപ്പോൾ. തിക്കാവാൻ കാരണം എന്ന് വെച്ചാൽ ഞാനങ്ങനെ എഴുതിക്കൊണ്ട് തിക്കായത്. അതർവൈസ് ദിസ് very thin, so I'm using this. Then veranda. And I'm just using this shade. ആക്ച്വലി ഇത് കുറച്ച് ലൈറ്റായി പോയി. I'll use a different color. Yeah, I think I'll use this. ആ കളർ കുറച്ച് പിങ്കായിപ്പോയി. ദിസ് ഈസ് ഓക്കെ. സോ പച്ച പൊട്ടായിരുന്നു നടന്നത്. പച്ച കളറാണ് സാരി, പച്ച റെഡ് അങ്ങനെയുള്ളൊരു കോമ്പിനേഷനുള്ള സാരിയാണ് സാരിങ്. സോ പച്ചപ്പൊട്ട് താഴെ ഐ തിങ്ക് I'll use a pencil and then ഒന്ന് ഇങ്ങനെ വരയ്ക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ക്യാമറ നോക്കിയിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ I don't know how far it is doing justice to the makeup. Ayo, I don't know. Hope it is okay. കുഴപ്പമില്ലാതെ
So how are you guys? അയ്യോ തെറ്റിപ്പോയി. ഓക്കെ, ഐ തിങ്ക് ദിസ് ഈസ്, ഞാൻ ആ പിങ്ക് ലിപ്സ്റ്റിക്ക് റിമൂവ്ഡ് ബിക്കോസ് ദാറ്റ് പിങ്ക് ലിപ്സ്റ്റിക്ക് ഇസ് നോട്ട് ആ ഒരു എക്സാക്ട് കളർ വരുന്നില്ല. തൊട്ട റെഡ് ആണ് ഇവിടാണ്. This is okay. It's okay തോന്നാം. എൻ്റെ കളർ സെറ്റ് സാരിയുടെ കളർ ഈ കളർ ആൻഡ് ഒരു റെഡ് കോമ്പിനേഷനിലുള്ള കളറാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ഗുഡ് ടു ഗോ. അപ്പം ഞാൻ സാരി കൊടുത്തിട്ട് കാണിച്ചു. ഹലോ ഗൈസ്, അപ്പോൾ ഇതാ എങ്ങനെയൊക്കെയോ ധൃതി പിടിച്ച സാരി കൊടുത്ത് ലൈക്ക് ഐ ആം ബാക്ക്. അമ്മ ഈസ് സ്റ്റിൽ ഗെറ്റിംഗ് റെഡി. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ ഇനി ലേറ്റായാൽ ശരിയാവില്ല, നമ്മൾ ഭയങ്കര ലേറ്റായി. ബിക്കോസ് നമ്മളവിടെ 5:30 6 o'clock എത്തണമെന്നാണ് അവിടുത്തെ പൂജാരി പറഞ്ഞത്. സോ ഇനി അവിടേക്ക് പോകണം. സോ ദിസ് ഇസ് എ സാരി ഐ എം വെയറിങ് ടുഡേ. ഇത് വർഷയുടെ സാരിയാണ്. അമ്മയും സെയിം സാരി തന്നെയാണ് വിത്ത് എ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻ. ഒരു ഒലിവ് ഗ്രീൻ്റെ ആണ് അമ്മ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, സോ ഫാർ എൻ്റെ ബർത്ത്ഡേ ഭയങ്കര ഒരു ലൈക്ക് ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് സോ ഗ്രേറ്റ്ഫുൾ. ആരൊക്കെയോ എനിക്ക് അറിയാത്ത ആൾക്കാരൊക്കെ ദേ സെൻഡ് മീ ലോട്ട് ഓഫ് ഗിഫ്റ്റ്സ്, എന്താ പറയുക, ലോട്ട് ഓഫ് ഫ്ലവേഴ്സ്. ഐ ആം സോ ബ്ലെസ്ഡ്. എന്താ പറയുക, എനിക്ക് ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ആൻ എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഓർ സംതിങ് ലൈക്ക് ബട്ട് എന്നെ അറിയുന്ന ആൾക്കാർ എനിക്കൊരു മിഠായി വാങ്ങിച്ചു തന്നാലും ഐ ഫീൽ സോ ഹാപ്പി. ബിക്കോസ് ഞാനത് പറയും, എനിക്ക് അറിയുന്ന ആൾക്കാരോട് ഞാൻ പറയണം, നീ എനിക്കൊരു മിഠായി പോലും മേടിച്ചു തന്നില്ലല്ലോ എൻ്റെ ബർത്ത്ഡേക്ക് എന്നൊക്കെ ഞാൻ പറയും. ബിക്കോസ് ഐ വാണ്ട് ദാറ്റ് ആ ഒരു എനിക്ക് ആ ദിവസം എനിക്കൊരു സ്പെഷ്യലായിട്ട് എനിക്ക് എന്നെ തന്നെ കാണണം എന്നുള്ളതുകൊണ്ട് ലൈക്ക് ആ സമയത്ത് മാത്രം കേട്ടോ, ലൈക്ക് എൻ്റെ ബർത്ത്ഡേ വന്നു ഉള്ള സമയം മാത്രം ലൈക്ക് എനിക്ക് കുറച്ചൊരു സ്പെഷ്യൽ ആവണമെന്ന് ഭയങ്കര ആഗ്രഹം. സോ ലൈക്ക് അപ്പോൾ അമ്മ ഈസ് ഹിയർ, അമ്മ റെഡിയായി. അപ്പോൾ ഞങ്ങൾ തിരുവല്ലാമലയ്ക്ക് പോവാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് എന്തെങ്കിലും ക്ലിപ്പിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ I'll surely include in this video. അമ്മ ഒരു ഹലോ പറയൂ. ഹായ്. അമ്മ എന്നെയും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കണ്ണനാണ് വണ്ടി ഓടിക്കുന്നത്. കണ്ണൻ ഹായ് പറഞ്ഞേ. കണ്ണൻ എന്തോ കോൾഡാണ്, അപ്പോൾ അധികം സംസാരിക്കാൻ പറ്റില്ല എന്ന്. അമ്മ ഒരു ഹായ് പറഞ്ഞേ. അമ്മ തുടരും മൂവി കണ്ടതിന് ശേഷം എല്ലാവരോടും ഒരു പ്രത്യേകം തരം ഹലോ ആണ് ചെയ്യുന്നത് ഇപ്പോ. അപ്പോ എനിക്ക് തിരുവല്ലാമലയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാന് ആക്ച്വലി ഒറ്റപ്പാലത്താണ് ജനിച്ചത്. പക്ഷെ ഞാൻ ഒറ്റപ്പാലത്ത് അധികം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടില്ല, അധികം ഞാൻ വളർന്നിട്ടില്ല എന്നും കൂടി പറയാം. പക്ഷെ നാട് എവിടെയാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ ഗുരുവായൂർ തന്നെ പറയാ. ബിക്കോസ് ശരിക്കും ഞാൻ ആക്ച്വലി ജനിച്ചത് ഒറ്റപ്പാലാണ്. അതുകൊണ്ട് തിരുവല്ലാമല എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു എന്താ പറയാ, ഒറ്റപ്പാലംകാരുടെ ഒരു അമ്പലം. ഈ ഗുരുവായൂർ അമ്പലന്മാരി ഒറ്റപ്പാലംകാരുടെ ഒരു ഇതാണ് തിരുവല്ലാമല. അപ്പൊ ഞാൻ മോസ്റ്റ്ലി ഓൾമോസ്റ്റ് എല്ലാ ഇയറിലും ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പോവാറുണ്ട് അമ്പലത്തില്. എന്താണെന്ന് എനിക്കറിയില്ല, ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു അമ്പലമാണ്. പിന്നെ അമ്മയ്ക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയാനായിട്ട് അവിടെ വട കിട്ടും നമ്മൾക്ക് നേദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ അമ്മേ. അപ്പൊ ആ ഹനുമാൻ സ്വാമിയുടെ വട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ ആക്ച്വലി ഇന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 6 മണിക്ക് വരാനാണ് പറഞ്ഞത്. സോ വി ഓൾമോസ്റ്റ് എന്താ പറയുക, ഒരു 5-5:30 ആകുമ്പോഴേക്ക് എത്താന്നുള്ളൊരു പ്ലാനിലാണ്. നമ്മൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ലെറ്റ്സ് സീ, പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കാണുകയാണെങ്കിൽ ഞാൻ എടുക്കാം. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ തിരുവല്ലാമല അമ്പലത്തിനെ കുറിച്ച്? ഓക്കെ, അപ്പൊ കാണാം.
ഓൺ ദ വേ ആക്ച്വലി എനിക്ക് കുറച്ച് തലവേദനയൊക്കെ ആയിട്ട് ഞങ്ങൾ ടീ ഒക്കെ കുടിച്ചു. പക്ഷെ അതിൻ്റെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് അവിടെ കുറച്ച് എന്താ പറയുക, അത്ര ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ദെൻ ഐ തോട്ട് ഐ സ്കിപ്പ് ദാറ്റ് ഷോ. ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി വി റീച്ച്ഡ് ദ ടെമ്പിൾ. തിരുവില്ലാമല നമ്മളെത്തി. അപ്പം അതിൽ പോണ വഴിയാണ് ഈ കാണുന്നത്. സച്ച് എ ലവ്ലി ടെമ്പിൾ. എനിക്കിവിടെ വരുമ്പോൾ എപ്പോഴും ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യാറുണ്ട്. ഐ ഡോണ്ട് നോ, ഇറ്റ്സ് വെരി പ്യുവർ, ലൈക്ക് ഭയങ്കര നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ടെമ്പിൾ എന്ന് പറയാലോ. പാർക്കിംഗ് ഒക്കെ ഭയങ്കര സൗകര്യങ്ങളുണ്ട്. ലൈക്ക് they have enough space to park and all. നമ്മൾ അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. Yeah. എനിക്ക് കാണാനൊന്നറിയില്ല, ഞാൻ പോവാണ്. രണ്ടുപേരും കണ്ടു എന്നാണ് പറയുന്നത്. എനിക്കും കാണണം എന്ന് ആഗ്രഹമുണ്ട്. ദൈവമേ, കാണണേ. അമ്മ എവിടെ കണ്ടേ? കണ്ടു. ഇത് ദേവസ്വല്ലേ ചെയ്യാ? ആഞ്ജനേയ നമുക്കൊക്കെ ചെയ്യാം. ഇവിടെ ഈ പല്ലി കാണുന്ന എന്തെങ്കിലും ഐതിഹ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെയോ? പല്ലി അവിടെ വലുത് അല്ലേ? ആ കണ്ണൊരു പ്രത്യേക കാണിച്ചു കൊടുക്കാൻ മതി. അങ്ങനെയാ? നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ആരോ ഇവിടെ പ്രദക്ഷിണം വെക്കുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയും ഭയങ്കര ഏറ്റവും പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. ഞാൻ 2 പ്രാവശ്യം കണ്ടു. ഇറ്റ്സ് ഓക്കെ. ഗൈസ്, അപ്പം നിങ്ങൾ തിരുവില്ലാമല വരികയാണെങ്കിൽ എന്തായാലും ഈ ഒരു ട്രീയുടെ പ്രത്യേകത നിങ്ങൾ അറിയണം. ബിക്കോസ് ഇവിടെ നമ്മളൊരു പല്ലീനെ കാണുകയെന്ന് വെച്ചാൽ ഒരു കൃഷ്ണനെ കാണുന്ന ഒരു ഐതിഹ്യം അത്ര ഇവിടെ. അപ്പം ഞാൻ ആദ്യം 2 പ്രാവശ്യമൊന്നും കണ്ടില്ല. ഇപ്പം ഞാൻ രണ്ടാമതും പോയപ്പോഴാണ് കണ്ടത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പല്ലീനെ കാണുകയാണെങ്കിൽ അത് ആർക്കും കാണിച്ചു കൊടുക്കരുത്. അവരായിട്ട് കാണണം, അല്ലാണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കരുത്. അപ്പോൾ അമ്മ കണ്ടപ്പോൾ എനിക്ക് കാണിച്ചു തന്നു. പക്ഷെ അത് കുഴപ്പമില്ല, ഞാനായിട്ട് വേറൊരു പല്ലിയും കൂടി കണ്ടു. അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി. 2 പ്രാവശ്യം ഞാൻ കണ്ടു. അപ്പോൾ തിരുവില്ലാമല വരുമ്പോൾ നിങ്ങൾ ഈ ഒരു മരത്തിന് ചുറ്റിലും പ്രദക്ഷിണം വെച്ച് ഇവിടെ പല്ലീനെ കാണാൻ ശ്രമിക്കണം. 1 പ്രാവശ്യം കണ്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. വീണ്ടും നിങ്ങൾ പ്രദക്ഷിണം വെച്ചിട്ട് പല്ലീനെ കാണുകയാണെങ്കിൽ അത് ഭഗവാനെ കാണുന്ന തുല്യമെന്നൊക്കെ പറയും. അപ്പം ശരി, അപ്പം ഇനി അടുത്ത വിശേഷമായി അടുത്ത ക്ലിപ്പിൽ വരാം. ഇതാണ് ഗുരുവായൂരപ്പൻ ആല്. നമ്മുടെ മഞ്ഞുളാൽ മാതിരി ഒരു ഗരുഡനുണ്ട് ഇവിടെ. ചെറിയൊരു കുട്ടിക്കൃഷ്ണനുണ്ട്. ഗൈസ്, ഫൈനലി വടമാല ഇസ് ഹിയർ. ഈ വടമാലയ്ക്ക് മാത്രമായിട്ട് ഞാൻ വന്നതാണെന്ന് വെച്ചാൽ അതൊരു 80% കറക്റ്റാണ്. കാരണം നമ്മൾ കഴിച്ചത് ഭയങ്കര ടേസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ
ഈ വടയുടെ ടേസ്റ്റ് ഞാൻ വേറെ എവിടെയും കഴിച്ചിട്ടില്ല. മതി, ഇനി വാ, നീ കഴിച്ചോ. ഗൈസ്, അപ്പം നമ്മൾ തൊഴുതു വന്നു, നമ്മൾ ദീപാരാധനയൊക്കെ കണ്ടു, പിന്നെ വടയൊക്കെ കഴിച്ചു. അപ്പോൾ കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ആക്ച്വലി 2-3 വട നമ്മളകത്താക്കി. ഭയങ്കര പ്ലസൻ്റാണ് ഇവിടെ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഇവിടെ അവസാനിക്കുകയാണ്, എൻ്റെ ബർത്ത്ഡേയുടെ എപ്പിസോഡ്. അപ്പോൾ നമ്മൾ തിരിച്ച് ഗുരുവായൂരിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പോണ വഴിയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ് ഇൻ ദിസ് വീഡിയോ. അപ്പോൾ അതാ. അപ്പം ഞാൻ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചെത്തി. നല്ല ടയേർഡാണ്, ബിക്കോസ് രാവിലെ മുതൽ നമ്മൾ ഓരോ അമ്പലങ്ങളും ഇതൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. സോ നല്ല ടയേർഡാണ്. ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതെൻ്റെ ബർത്ത്ഡേയുടെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അതിൽ കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല. ആൻഡ് പൊതുവേ ഞാൻ അങ്ങനെ വ്ളോഗ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. സോ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ക്ഷമിക്കണം. ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എൻ്റെ ഈ ബർത്ത്ഡേ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും എന്നെ ഒരുപാട് എനിക്ക് വിശ്വസിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഓവർവെൽഡായിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും താങ്ക്സ്. എന്നെ വിഷ് ചെയ്ത ആൾക്കാർക്കും, എനിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ സെൻഡ് ചെയ്ത ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ എൻ്റെ ഈ ചെറിയൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.